പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 26 തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഒരു പുതിയ വർക്കിംഗ് വീക്കിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഈ മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചവട്ടത്തിലേക്ക് കർത്താവ് നമ്മെ എത്തിച്ചിരിക്കുന്നു. ഓരോ ദിനരാത്രങ്ങൾ നാം അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കും ദാനങ്ങൾക്കും നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 14 അധ്യായം 19 വാക്യം. റോമൻസ് ചാപ്റ്റർ 14 വേഴ്സ് 19 നാം ഇപ്രകാരം വായിക്കുന്നു: ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീക വർധനയ്ക്കും ഉള്ളതിന് ശ്രമിച്ചുകൊള്ളുക. പൗലോസ് അനേക കാര്യങ്ങൾ പങ്കുവച്ചിട്ട് താൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണെന്നും മരിച്ചാൽ അത് ലാഭമാണെന്നും ഒക്കെ തന്നെ കേൾക്കുന്നവരോട് വായിക്കുന്നവരോട് ശക്തമായ ദൂത് പറഞ്ഞിട്ട് ദൈവമക്കൾ തമ്മിൽ എങ്ങനെ ആയിരിക്കണം, അന്യോന്യം കുറ്റപ്പെടുത്താതെ, അന്യോന്യം ബുദ്ധിമുട്ടുണ്ടാക്കാതെ, സംശയത്തോടെ നോക്കാതെ ദൈവകൃപയിൽ ഒന്നായി മുൻപോട്ട് പോകണം. അത് ആത്മീയ കാര്യത്തിലും ഭൗതിക കാര്യത്തിലും ഭക്ഷണ കാര്യത്തിലും ഏത് കാര്യത്തിലും ഒരു ദൈവ പൈതൽ പാലിക്കേണ്ട മാന്യത പുലർത്തണമെന്ന് പൗലോസ് വ്യക്തമാക്കിയിട്ട് പറയുകയാണ്. നാം, അതായത് പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ വിളിക്കുന്ന ദൈവമക്കളാകുന്ന വിശ്വാസ സമൂഹമാകുന്ന നാം സമാധാനത്തിനും അന്യോന്യം ആത്മീക വർധനയ്ക്കും ഉള്ളത് കരുതേണ്ടതാണ്. ഇന്ന് സമാധാനമില്ലാത്ത ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ചില ഏരിയയിൽ ആളുകൾ പറയും, ഇവിടെ എന്ത് സംഭവിച്ചാലും വെള്ളം കയറുകയില്ല, വെള്ളപ്പൊക്കത്തിൻ്റെ ഭീതി ഞങ്ങൾക്കില്ല. ശരിയാണ്. പക്ഷേ ഏത് സമയത്തും ഒരു ചലനമോ ഉരുൾപൊട്ടലോ ഉണ്ടായാൽ സ്ഥിതി മാറി. മറ്റൊരു ഭാഗത്ത് പറയുന്നു, ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും സുരക്ഷിതരാണ്. പക്ഷേ എന്താണ് അടുത്ത സെക്കൻഡിൽ നടക്കുന്നത് എന്ന് നമുക്കറിയുകയില്ല. അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഒരു ഭാഗത്ത് പ്രകൃതിക്ഷോഭങ്ങൾ, വെള്ളപ്പൊക്കങ്ങൾ, മാരക രോഗങ്ങൾ, പ്രതികൂലങ്ങൾ, യുദ്ധങ്ങൾ എന്നു വേണ്ട ജനജീവിതം ഇന്ന് സ്തംഭിച്ചിരിക്കുകയാണ്. സമാധാനമില്ലാതെ നെട്ടോട്ടം ഓടുകയാണ്. സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ ഇന്ന് പല സ്വന്തം രീതികളും അവലംബിക്കുന്നു. അവസാനം അവയെല്ലാം വലിയ പരാജയത്തിൽ എത്തുകയും നിരാശയിൽ ചെന്ന് പതിക്കുകയും ചെയ്യുന്നു. എന്നാൽ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. സ്വർഗത്തിലെ ദിവ്യമാകുന്ന സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആകയാൽ ഈ തിങ്കളാഴ്ച അതിരാവിലെ എന്നെ കേൾക്കുന്നവരിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ എന്ത് കാരണം കൊണ്ടും സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ഭാരത്തോടെ, വിഷമത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന സ്വർഗത്തിലെ ദിവ്യ സമാധാനത്താൽ നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അങ്ങനെ നമുക്ക് അന്യോന്യം സമാധാന കാംക്ഷികളായി പ്രാർത്ഥനയോടെ മുന്നേറുവാനിടയാകട്ടെ. മാത്രമല്ല, പൗലോസ് ഇന്നത്തെ വാഗ്ദത്ത വചനമായ റോമർ 14:19 പറയുകയാണ്, അന്യോന്യം ആത്മീക വർധന വരുത്തുന്നവരായിരിക്കണം.
നിർഭാഗ്യവശാൽ ഇന്ന് ക്രൈസ്തവ ലോകത്ത് അന്യോന്യം ആത്മീക വർധന വരുത്തുന്നില്ല എന്നുള്ളത് പോട്ടെ, അന്യോന്യം എങ്ങനെ ഒരാളെ ഇല്ലായ്മ ചെയ്യാം, ചെളിവാരി എറിയാം, ഒരാളെ എങ്ങനെ തകർക്കാം, ഇതാണ് ഇന്ന് ക്രൈസ്തവ ലോകത്ത് നേരിട്ട് കൊണ്ടിരിക്കുന്ന അപജയങ്ങൾ. അതിന്റെ കാരണം അസൂയയായിരിക്കാം. മറ്റൊരാൾ ശുശ്രൂഷയിൽ വളരുന്നത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. കാരണം എന്തുമായിക്കൊള്ളട്ടെ, ദൈവമക്കളെ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടാകണം. ദൈവജനം പറയുന്നു, പ്രാർത്ഥിക്കുന്ന നാം അന്യോന്യം പരിശുദ്ധാത്മാവിന്റെ വലിയ ആത്മീക വർധനയ്ക്ക് കാരണക്കാരായി തീരണം. ഈ അതിരാവിലെ ഇന്നത്തെ വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ദൈവം വിവിധങ്ങളായിട്ടുള്ള താലന്തുകൾ, കഴിവുകൾ, പ്രാപ്തികൾ നൽകിയിട്ടുണ്ട്. പാടാനായിരിക്കാം, പ്രാർത്ഥിക്കാനായിരിക്കാം, ശുശ്രൂഷിക്കാനായിരിക്കാം, വചന ശുശ്രൂഷയായിരിക്കാം, അതുമല്ലെങ്കിൽ ഒരാളെ ചെന്ന് കണ്ട് ആശ്വാസ വാക്കുകൾ പറയാനായിരിക്കാം. എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, എന്തെങ്കിലും ഒന്ന് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇത് നമ്മൾ എത്ര പേർ അന്യോന്യം ആത്മീക വർധനയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്? നമ്മൾ ഫോൺ വിളിച്ച് അനേകരുടെ കുറ്റം പറയും. അത് കുടുംബത്തിലുള്ളവരെയും കൂട്ടക്കാരെയും ആത്മീയരെയും സഭയിലുള്ളവരെയും എല്ലാവരെയും നമ്മൾ പറയും. പക്ഷേ അന്യോന്യം ആത്മീക വർധന വരുത്തുന്നത് ഒരു ദിവസത്തെ ഫോൺ കോളിൽ എത്രത്തോളമുണ്ട്? അവരവർ ചിന്തിക്കണം. ഇന്ന് നമ്മൾ ആരാധന കഴിഞ്ഞ്, ഈ ഞായറാഴ്ചത്തെ ആരാധന കഴിഞ്ഞ് ഒരു രാത്രി കഴിഞ്ഞ് രാവിലെ എത്തുകയാണ്. ആരാധന കഴിഞ്ഞ് വന്നിട്ട് ഇന്നലെ നമ്മുടെ ആരാധനാലയത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് കുറ്റപ്പെടുത്തി അന്യോന്യം ഗോസിപ്പ് പറഞ്ഞതല്ലാതെ അവിടെ നടന്ന ഏതെങ്കിലും ഒരു ശുശ്രൂഷയിൽ കൂടെ അന്യോന്യം ആത്മീക വർധന വരുത്തുന്ന എന്തെങ്കിലും നാം അന്യോന്യം പങ്കിട്ടോ? ഓർക്കണം, നമ്മളെല്ലാം കാഹളനാദത്തിങ്കൽ കണ്ണിവെക്കുന്നതിനിടയിൽ കൈനൊടി നേരത്തിനുള്ളിൽ സ്വർഗത്തിൽ പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. പോകും. ഈ പോക്കാണ് നമ്മുടെ പോക്കെങ്കിൽ പോയത് തന്നെ. ദൈവമക്കളെ, നാം അന്യോന്യം ആത്മീക വർധന വരുത്തുന്നവരായിരിക്കണം. അതെ, കൂട്ടത്തിൽ ഒരാൾ ക്ഷീണത്തിലോ പ്രയാസത്തിലാണ് എങ്കിൽ അവരെ കരുതുവാൻ, അവരെ പ്രാർത്ഥിക്കുവാൻ, അവരെ ദൈവസന്നിധിയിൽ അടുപ്പിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിനം വാഗ്ദത്ത വചനപ്രകാരം അന്യോന്യം സമാധാനകാംക്ഷികളായി ആത്മീക വർധനവ് വരുത്തത്തക്കവണ്ണം ദൈവകൃപയോടെ ജീവിപ്പാൻ ഇടയാകട്ടെ. അങ്ങനെ നാം സമാധാനപ്രിയരും ആത്മീക വർധന വരുത്തുവാൻ താല്പര്യമുള്ളവരുമായി തീരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ഇല്ലാതെയായി. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ നാം പ്രാപ്തരാകുന്നു. അതിൽ കൂടെ എല്ലാവരുടെയും പ്രശ്നങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ഉരുകിത്തീരുകയാണ്, ഇല്ലായ്മയാവുകയാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നന്മയും അനുഗ്രഹവും ഉണ്ടാകുവാൻ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ ദിനം ഇടയാക്കട്ടെ. അതിന് ദൈവകൃപ നമ്മുടെ മേൽ ചൊരിയട്ടെ. ഞാനും നിങ്ങളും ആയിരിക്കുന്ന ജോലിസ്ഥാനങ്ങളിൽ, നമ്മുടെ പ്രവർത്തന കർമ്മ മണ്ഡല പഥ മേഖലകളിൽ, ഭവനങ്ങളിൽ, സഭകളിൽ, ശുശ്രൂഷകളിൽ അന്യോന്യം സമാധാനത്തിന്റെ വക്താക്കളായി മാറാം. അന്യോന്യം ആത്മീക വർധനവ് വരുത്തുന്നവരായി തീരാം. കൂട്ടത്തിൽ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ സങ്കടത്തിൽ, വിഷമത്തിൽ, പിന്മാറ്റത്തിൽ, അവിശ്വാസത്തിൽ ഏതെങ്കിലും നിലയിലുണ്ടെങ്കിൽ അവരെ കരുതുവാൻ, അവരിലേക്ക് നമ്മുടെ ദൈവകൃപ പകർന്ന് അവരെയും കൂടെ നേടി ഒന്നിച്ചാരാധിച്ച് ബലപ്പെട്ട് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരെയും സ്വർഗത്തിലെ ദൈവം ഇടയാക്കുന്നതിനായി നമുക്കൊന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. ജീവജലം ശ്രവിക്കുന്ന എല്ലാവരെയും ഈ പുത്തനാഴ്ച വട്ടം പുത്തൻ കൃപയാൽ, പുത്തൻ അനുഗ്രഹത്താൽ നിറച്ച്
ദൈവകൃപയോടെ പരിപാലിക്കട്ടെ. സകല നന്മകളും ഉയരത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ ചൊരിയട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ മാസത്തിന്റെ അവസാനത്തെ ആഴ്ചവട്ടത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ പ്രവേശിപ്പിച്ചല്ലോ. ഓരോ ദിനവും അവിടുന്ന് അനുഭവിക്കുന്ന നന്മകൾക്കായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിനായി സ്തുതിക്കുന്നു. അപ്പാ, ഞങ്ങൾ അന്യോന്യം സമാധാനം പങ്കിടുന്നവരായി ആത്മീക വർധന വരുത്തുന്നവരായി തീരുവാൻ പൗലോസിൽ കൂടെ ഞങ്ങളെ ഉദ്ബോധിപ്പിച്ചതിനായി സ്തുതിക്കുന്നു. കേട്ട വചനപ്രകാരം ഞങ്ങൾ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ, വചനപ്രകാരം മറ്റുള്ളവരെ നേടുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. ദൈവവചനം കേൾക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. ഉയരത്തിലെ നന്മകളാലും കൃപകളാലും നിറച്ചുകൊള്ളണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതം ദൈവത്തിനും മനുഷ്യർക്കും സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും ദേശത്തിനും അനുഗ്രഹമുള്ളതായി തീരട്ടെ. അതിന് ചെയ്യേണ്ടത് നാം സമാധാനമുള്ളവരാകണം. നമ്മിൽ പ്രാപ്യമായ ഈ സ്വർഗീയ സമാധാനം മറ്റുള്ളവരിലേക്ക് പകരണം. നമുക്ക് നൽകിയിരിക്കുന്ന ദൈവകൃപകൾ മറ്റൊരാൾ കൂടെ ആത്മീക വർധനയ്ക്ക് ഉതകത്തക്കവണ്ണം ദൈവനാമത്തിൽ അത് പങ്കിടണം. അങ്ങനെ വചനപ്രകാരം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ജീവജലത്തിന്റെ എല്ലാ ശ്രോതാക്കളെയും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. ഈ ദിനം, ഈ ആഴ്ചവട്ടം നിങ്ങൾക്കേവർക്കും നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ദൈവകൃപയുടെയും ദിനങ്ങളായി തീരട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.